എങ്ങനെയാ ഇപ്പൊ നിലവിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? പിന്നെ സ്കൂളിലൊന്ന് നമ്മുടെ മൂത്ത മോളെ സ്കൂളിൽ നിന്ന് രാവിലെ പോയി കഴിക്കും. അയ്യോ, പിന്നെ ഇടയ്ക്ക് പോയി ഒന്ന് ഉച്ചയ്ക്കും ഇടയ്ക്ക് നൈറ്റ് പോയി കഴിക്കും. ഈ കുട്ടിക്ക് അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ആരുമില്ല. ഈ വാതിലുകളൊന്നും അടച്ചുറപ്പുള്ളതല്ല. പല രാത്രിയും ഞങ്ങൾക്ക് പേടിയാണ്, ആരെങ്കിലും ചവിട്ടി തുറക്കുമോ. ഇതൊന്നും അടച്ചുറപ്പുള്ളതേ അല്ല. ബാത്റൂം ഇല്ല. ബാത്റൂം എന്ന് പറഞ്ഞാൽ കള്ളന്മാരെയൊക്കെ പോലീസ് ഓടിച്ച് ഇതുവഴിയൊക്കെ ഓടും. ആരെങ്കിലും അകത്ത് കയറി വന്നാൽ തീർന്നില്ലേ ഇതിന്റെ അവസ്ഥ. ചേച്ചിയെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയാന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയാ ഇപ്പൊ നിലവിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? പിന്നെ സ്കൂളിലൊന്ന് നമ്മുടെ മൂത്ത മോളെ സ്കൂളിൽ നിന്ന് രാവിലെ പോയി കഴിക്കും. പിന്നെ ഇടയ്ക്ക് പോയി ഒന്ന് ഉച്ചയ്ക്കും ഇടയ്ക്ക് നൈറ്റ് പോയി കഴിക്കും. ചേച്ചി അനാഥാലയത്തിൽ വളർന്ന് ഹസ്ബൻഡ് ചേച്ചി കല്യാണം കഴിച്ചു, പക്ഷെ ഹസ്ബൻഡ് മരിച്ചു. ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ആരുമില്ല, ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ല. സ്കൂളിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് പക്ഷേ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ തേടി പിടിച്ച് ഇത് എനിക്ക് തോന്നി ചെറിയൊരു വഴിയാണ്, ചാല മാർക്കറ്റ് എന്ന് പറയുന്ന വഴിയാണ് ഇത്. കോട്ടയത്ത് നിന്ന് നമ്മളിവിടെ വന്നത് ഇവരെ പോലെ ഉള്ളവരെ ഉപേക്ഷിച്ച് വഴി കളയാനല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കണം, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒത്തിരി ഫാമിലിയുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അവർക്കൊന്നും എന്നെ വിവരം അറിയിക്കാൻ പറ്റാറില്ല. പക്ഷേ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ഈ അയലോക്കത്തുള്ളവരും ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ അറിയിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ചേച്ചിയാണ് ഇവരുടെ അവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞത് അല്ലേ? ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഈ കട്ടിലൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന, പിന്നെ ഈ വീട് ഇതെല്ലാം നമ്മൾ ചവിട്ടി അങ്ങ് താഴെ പോവും. ആ അവസ്ഥ. ബാത്റൂം ഇല്ല. ഈ കുട്ടിക്ക് പ്രാഥമിക ആവശ്യത്തിന് ബാത്റൂം എന്ന് പറയുന്നതേ ഇല്ല. എല്ലായിടും പൊട്ടിപ്പൊളി. ഞാൻ അടുക്കളയിലൊന്നും നിൽക്കാൻ നിവർത്തില്ല, എനിക്ക് സഹിച്ചില്ല. ഞാൻ അച്ഛൻ്റെ വീഡിയോകൾ ഞാൻ എന്നും കാണും. അപ്പൊ അതിൽ ലാസ്റ്റ് ഞാൻ കണ്ടത് അമ്മയും അച്ഛനും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അമ്മൂമ്മയപ്പനും വളർത്താൻ. ഞാൻ അത് കണ്ട് ഞാൻ അതിന്റെ താഴെ ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടു. എനിക്ക് ആ മെസ്സേജ് കിട്ടിയ ഉടനെ അച്ഛൻ്റെ മറുപടി കിട്ടി. ഓക്കെ, ഞാൻ അത് ചെയ്യും. എനിക്ക് ഇതുപോലെ ഒരു സന്തോഷമില്ല അച്ഛയ. ഈ കുട്ടിക്ക് അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ആരുമില്ല. ആ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന പയ്യനും അമ്മയോ അച്ഛനോ ആരുമില്ല. അവനെയും ഇവിടുത്തെ ഒരു അമ്മ എടുത്ത് വളർത്തി, ഇവിടെ പ്രസവിച്ചെങ്ങാണ്ട വഴിയിൽ കളഞ്ഞിട്ട് പോയി അവരെടുത്ത് വളർത്തിയതാണ്. അവരും അങ്ങ് മരിച്ചുപോയി. ഈ കുട്ടിക്ക് കാര്യമില്ല. അപ്പൊ ഈ കുട്ടിക്ക് 2 പൊടി മക്കളും ഇവിടെ മാത്രം. ഈ വാതിലുകളൊന്നും അടച്ചുറപ്പുള്ളതല്ല. പല രാത്രിയും ഞങ്ങൾക്ക് പേടിയാണ്, ആരെങ്കിലും ചവിട്ടി തുറക്കുമോ. ഇതൊന്നും അടച്ചുറപ്പുള്ളതേ അല്ല. ബാത്റൂം ഇല്ല. ബാത്റൂം എന്ന് പറഞ്ഞാൽ കള്ളന്മാരെയൊക്കെ പോലീസ് ഓടിച്ച് ഇതുവഴിയൊക്കെ ഓടും. ആരെങ്കിലും അകത്ത് കയറി വന്നാൽ തീർന്നില്ലേ ഇതിന്റെ അവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ഈ കുട്ടികളെ. ഞങ്ങൾക്ക് ഉറക്കമില്ല. എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നറിഞ്ഞു, കൊച്ചിന് കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടോ? ആർക്കാ? ചേച്ചിക്ക് പ്രോബ്ലം ഉണ്ട് അല്ലേ? ഓ ശരി ശരി ശരി.